ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നതല്ല. നമ്മൾ സിറ്റിയൊക്കെ കറങ്ങി അടിച്ചിട്ട് വന്നിട്ട് ഒരു രാത്രി 9:45 10 മണി അടുപ്പിച്ചായപ്പോഴത്തേനും പിന്നെ നമ്മൾ വിചാരിച്ച് ഫുഡ് കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാമെന്ന്. അവിടെ ഇരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനും അനിയൻ്റെ 2 മക്കളും ഇത് അനിയൻ്റെ വൈഫുമാണ്. പിന്നെ ഞാനും എൻ്റെ 2 മക്കളുമായിട്ടാണ് നമ്മൾ കറങ്ങാൻ പോയത്. കറങ്ങാനായിട്ട് പോയതല്ല, അങ്ങനെ ചുമ്മാ പോയി അടിച്ച് കറങ്ങി ഒക്കെ വന്നിട്ട് നമ്മളെന്താ ഫുഡ് കഴിക്കൊക്കെ മാത്രമാണ് പോയിട്ട് നടന്നത്. അപ്പോൾ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ കുഴിമന്തിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് ഇപ്പോൾ എത്തിയിട്ടുണ്ടേ. നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എൻ്റെ മോനാണെങ്കിൽ അവിടെ നൂന്നിരിക്കൊക്കെ ഇല്ലായിരുന്നു, ഫുള്ള് കിടക്കുമായിരുന്നു. കാരണം ആൾക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾ ഭയങ്കര കിളിപ്പോയി കിടക്കും. കാരണം അവൻ സ്കൂളുള്ള ദിവസമാണെങ്കിലും ഇല്ലാത്ത ദിവസമായാലും പിന്നെ 8 മണി കഴിഞ്ഞ് അവൻ കാണൂല. കാരണം 8 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ അവൻ കിടന്ന് ഉറങ്ങിയിരിക്കും. അതുകൊണ്ട് പിന്നെ അവന് സ്കൂൾ കഴിഞ്ഞ് നമ്മൾ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ നല്ല ഉറക്കമുണ്ടായിരുന്നു. വണ്ടിയിലിരുന്ന് പോയപ്പോഴൊക്കെ സുഖമായിട്ട് അവൻ അതിൽ കിടന്ന് ഉറങ്ങിയായിരുന്നു. ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോഴും അവൻ പറഞ്ഞില്ല, അവന് വേണ്ടെന്നൊക്കെ പറഞ്ഞ് കുറച്ച് മാത്രമേ അവൻ കഴിച്ചുള്ളൂ. അത് കഴിഞ്ഞ് അവൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. പിന്നെ അവിടെ വെച്ച് നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ അവൻ്റെ ബാക്കി ഫുഡ് ഞാനൊന്ന് കഴിച്ചത്. നല്ല വെയിറ്റ് ചെയ്ത് ഇരുന്ന് നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ എൻ്റെ മോൾക്ക് നല്ല ഇഷ്ടമാണ് ഈ ചിക്കനൊക്കെ. അപ്പോൾ അവൾ അത്യാവശ്യം നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം റിദാൻ കുട്ടന് ഇത് കൊടുത്തിട്ടില്ലായിരുന്നു. അവന് വേണ്ടി ഇടിയപ്പം വരുത്തി ഇടിയപ്പമാണ് അവന് കൊടുത്തത്. മോൾക്ക് പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പോകില്ല. അവൾക്ക് ചോറിനോട് വലിയ താല്പര്യമില്ലെങ്കിലും അവൾക്ക് ചിക്കനോട് നല്ല താല്പര്യമുണ്ട്. അതുകൊണ്ട് അവൾ ചിക്കനാണ് എടുത്ത് കഴിച്ചിരുന്നത്. ഞാൻ അവിടെ അനിയൻ്റെ അനിയൻ കൈ നക്കണം എല്ലാം ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആ ചിരി വന്നത്. പിന്നെ മോൾക്ക് വയ്യ ജലദോഷമൊക്കെ ആയിരുന്നു. അതാണ് മുഖം എന്തോ പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ അവളെ ചിക്കനിൽ കൈ തൊട്ട് കഴിഞ്ഞാൽ അവൾ തുടരുതെന്ന് പറഞ്ഞാൽ അതിനെടുത്ത് അങ്ങോട്ട് മാറ്റും. പക്ഷെ ഞാൻ തൊട്ട് കേട്ടോ. അവൾക്ക് ചിക്കനെന്ന് വെച്ചാൽ നല്ല ഇഷ്ടം. ആദ്യമൊന്നും അത്ര ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് വന്നതിന് ശേഷം ചേട്ടൻ ദിവസം വാങ്ങിച്ചു കൊടുത്താണ് ഈ ഒരു പരുവത്തിൽ എത്തിച്ചത്. എങ്കിലും നമ്മൾ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് വീടെത്തിയപ്പോഴത്തേക്ക് ഒരു 11 മണി അടുപ്പിച്ചായി. എൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വിളിച്ച് ഉണർത്തി ഞാൻ വീട്ടിൽ കയറുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ അടിച്ചിട്ട് പിന്നെ വേറെ എവിടെയും നമ്മൾ നിന്നൊന്നുമില്ല. നമ്മൾ ലുലു മാളിലൊക്കെ ആദ്യം അങ്ങോട്ടൊക്കെ പോയിട്ടാണ് പിന്നെ തിരിച്ച് നമ്മളിവിടെ വന്നത്. അപ്പം അവിടെയുള്ള എല്ലാവരും നോക്കിയാണ് കഴിക്കുന്നത്. നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് തീർന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ വീട്ടിലോട്ട് പോയി. ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ബൈ.